السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന നല്ലവരിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസമാണ് നമ്മളിലേക്ക് സമാഗതമായിരിക്കുന്നത്. ഒരുപാട് പവിത്രതകളുള്ള ഈ പരിശുദ്ധമായ മാസം എല്ലാം കൊണ്ടും അനുഗ്രഹീതമാണ്. ഓരോരോ മാസങ്ങളും കടന്നു പോകുമ്പോൾ ആ മാസം നമ്മളോട് വിളിച്ചു പറയുന്നത്, മോനെ, നിന്റെ ജീവിതത്തിൽ നിന്നൊരായുസ് സമാപിക്കുകയാണ്, അവസാനിക്കുകയാണ്. നാം ചിന്തിക്കേണ്ടവരാണ്, എൻ്റെ അവസ്ഥ എന്താണ്, എപ്പോഴാണ് നമ്മൾ മരണപ്പെടുക, മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൻ്റെ ജീവിതം, ആഖിറത്തിൻ്റെ ജീവിതം. ഇത് ചിന്തിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഖൽബിൽ ഒരിക്കലും കുരുട്ടുബുദ്ധികൾ ഉണ്ടാകില്ല. അവൻ്റെ മനസ്സ് എപ്പോഴും ഈമാന്റെ തിളക്കമുണ്ടാകും, അത് മുഖത്ത് പ്രകടമാകും. ഈ പരിശുദ്ധമായ മുഹറം മാസം വരുമ്പോൾ നാം ഒക്കെ നമ്മുടെ ഖൽബിനോട് ചോദിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വെടിനേരം സമയമായാൽ ഒരു വടിയുമായിട്ട് തോട്ടത്തിലേക്ക് പോകും. എന്നിട്ട് സ്വന്തം ശരീരത്തോട് ചോദിക്കും, ഇന്ന് എന്താണ് പ്രവർത്തിച്ചത്, ഇന്ന് എന്താണ് ചെയ്തത്, എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തെ വേദനിപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ശരീരത്തിനോട് ഒരു ചോദ്യം ചെയ്യണം. ഹാസിബു ഖബ്ല അൻ തുഹാസബു. വിചാരണ വരാനുണ്ട് ആഖിറ ലോകത്ത്. അതിൻ്റെ മുമ്പ് നമ്മുടെ ശരീരത്തിനോടൊരു വിചാരണ നമ്മൾ നടത്തണം. നാളെ ആഖിറ ലോകത്ത് നമ്മൾ ചെയ്ത അമലുകളും നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും അല്ലാഹു തുറന്ന് നൽകപ്പെടുന്നൊരു സമയം. അതിൻ്റെ മുമ്പ്, പടച്ചവനെ, ഞാൻ ഇന്നലെ എന്ത് ചെയ്തു, ഞാൻ ഇന്ന് എന്ത് ചെയ്തു, ഞാൻ നടന്നു വരുമ്പോ ഒരു ഫഖീറായ മനുഷ്യൻ എൻ്റെ മുമ്പിൽ യാചിച്ചപ്പോ ഞാൻ അവർക്ക് പണം കൊടുക്കാൻ തയ്യാറായോ? കഴിഞ്ഞൊരു പരിശുദ്ധമായ മുഹറം മാസം എന്നിൽ നിന്ന് സലാം പറഞ്ഞ് കടന്നുപോയി. ഇന്നിതാ ഒരു മുഹറം വന്നിരിക്കുന്നു. ഞാൻ എന്ത് നന്മയാണ് ചെയ്തത്, ഞാൻ എന്ത് പ്രവർത്തനമാണ് ചെയ്തത് എന്ന് നമ്മുടെ ശരീരത്തിനോടൊന്ന് ചോദിക്കേണ്ടതുണ്ട് നമ്മൾ. കാരണം നാളെ ആഖിറ ലോകത്ത് നമ്മുടെ കൈകൾ ഇങ്ങനെ സംസാരിക്കും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈകൾ ഇങ്ങനെ സംസാരിക്കും, കാലുകൾ സാക്ഷി നിൽക്കും. അവിടെ നമ്മളെ വായ സംസാരിക്കൂല. ആരെങ്കിലും ഒരാൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ചെയ്ത പേക്കൂത്തുകൾ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ പ്രവർത്തനങ്ങൾ നാളെ നമ്മളെ കൈകൾ ഇങ്ങനെ എടുത്തു പറയും, അല്ലാഹ്, ഞാൻ പാവങ്ങളായ മനുഷ്യന്മാരെ സഹായിച്ചു, ഞാൻ ഈ കൈ കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്തു, അല്ലാഹ്, അതിന് ഞാൻ സാക്ഷിയായി എന്ന് കാലുകൾ സംസാരിക്കുന്നൊരു സമയം, ഒരു ദിവസം വരാനുണ്ട്. നമ്മളെ വായക്ക് അല്ലാഹു സീല് വെക്കപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ മുഹറം മാസം വരുമ്പോൾ അല്ലാഹ് ഒരു കൊല്ലമാണ് എന്നിൽ നിന്ന് സലാം പറഞ്ഞത് പോയത്, ഒരു കൊല്ലം എന്നിൽ നിന്ന് കടന്നുപോയി. അല്ലാഹ്,
ഞാൻ എന്താ പ്രവർത്തിച്ചത് എന്ന് സ്വന്തം ശരീരത്തിനോട് നമ്മൾ ചോദിക്കണം. സ്വന്തം ശരീരത്തിനോട് നമ്മൾ ചോദിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മുഹറം മാസം, ഈ മുഹറം മാസത്തിൽ ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് പുണ്യങ്ങളുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. എണ്ണിപ്പറഞ്ഞാൽ തീരില്ല, അത്രമേൽ ശ്രേഷ്ഠതകളുണ്ട്. ഈ പരിശുദ്ധമായ മുഹറം മാസം വരുമ്പോൾ, ഈ പരിശുദ്ധമായ ദിവസങ്ങൾ കടന്നു വരുമ്പോൾ, സുബ്ഹാനല്ലാഹ്, മുഹറം 9, 10 നോമ്പ് നോൽക്കൽ സുന്നത്താണ്. പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസുകളും അതിൻ്റെ മഹത്വങ്ങളും പവറുകളൊക്കെ കേട്ടവരാണ്. നിങ്ങൾക്കറിയാം മുഹറം മാസത്തിൽ എന്തൊക്കെ ഉണ്ടായത്. മുഹറം മാസത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ മാസമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംരക്ഷിച്ച് ഫിർഔനെ ചെങ്കടലിൽ അല്ലാഹു മുക്കി നശിപ്പിച്ച മാസമാണ്. യാക്കൂബ് നബിയുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് മുഹറം മാസത്തിലാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ചെറിയ രോഗം മാറിയത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. അതുപോലെ ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടത് പരിശുദ്ധമായ മുഹറം മാസത്തിൽ അല്ലാഹു സംരക്ഷിച്ചത് ഈ മുഹറം മാസത്തിലാണ്. ആദ്യമായി ഭൂമി ലോകത്തേക്ക് മഴ വർഷിച്ചത് മുഹറം മാസത്തിലാണ്. സസ്യങ്ങൾ ആദ്യമായി ഭൂമിയിൽ ഉണ്ടായത് മുഹറം മാസത്തിലാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ആദം നബിയുടെ തൗബ സ്വീകരിച്ചത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. ഇങ്ങനെ പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. ഈ മുഹറം മാസത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഒരാൾ കൈയുയർത്തി ദുആ ചെയ്താൽ അല്ലാഹു ദുആക്ക് ഉത്തരം തരുന്ന മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ഇത് അല്ലാഹുവിൻ്റെ മാസമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ മാസത്തിൽ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്. നമ്മൾ പറയാറുണ്ട്, ഈ മുഹറം മാസം അത് കഴിഞ്ഞോട്ടെ എന്നിട്ടാവാ നമ്മുടെ പരിപാടി. അപ്പൊ ചില ആളുകളുടെ ധാരണയിൽ ഈ പരിശുദ്ധമായ മുഹറം മാസം ഒന്നിനും പറ്റാത്തൊരു മാസാന്നാ. ചില ആളുകളൊക്കെ പറയും മുഹറം 10 കഴിഞ്ഞോട്ടെ, എന്നിട്ട് മതി നമ്മളെ കുടിയിരിക്കല്, എന്നിട്ട് മതി കുറ്റിയടിക്കല്, എന്നിട്ട് മതി നമ്മുടെ പരിപാടി. അപ്പൊ ചില ആളുകൾ മനസ്സിലാക്കി വെച്ചത് ഈ മുഹറം മാസത്തിൽ ഇതൊന്നും പറ്റാത്ത ഒരു മാസമാണ് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് മഹത്തുക്കളും ആലിമീങ്ങളും ഉലമാക്കളും ജീവിച്ച കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഏറ്റവും നോമ്പുള്ളത് ഈ മുഹറം മാസം 1 മുതൽ 10 വരെയാണ്. റമളാൻ കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം മാസത്തിലെ നോമ്പാണ്. ആ നോമ്പ് 1 മുതൽ 10 വരെ നോൽക്കും. അന്ന് കുറ്റിയടിക്കാൻ കൊണ്ടുപോകുന്നത് ഉസ്താദുമാരെയാണ്, ആലിമീങ്ങളെയാണ്, സാദാത്തുക്കളെയാണ്. അതുപോലെ ഫംഗ്ഷന് വിളിക്കുന്നത് അവിടെയുള്ള പ്രഗത്ഭരായ ആളുകളെയാണ്. അവർ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോകുമല്ലോ എന്ന് പേടിച്ചത് കൊണ്ടാണ് മുഹറം 10 കഴിഞ്ഞിട്ടാവാം കുറ്റിയടിക്കൽ, മുഹറം 10 കഴിഞ്ഞിട്ടാവാം കല്ലിടൽ, മുഹറം 10 കഴിഞ്ഞിട്ടാവാം വീടുദ്ഘാടനം. ഇത് പറഞ്ഞത് എന്തുകൊണ്ടാ? മുഹറം ഒന്നിനും പറ്റാത്ത മാസമായതുകൊണ്ടല്ല. മുഹറം എല്ലാറ്റിനും പറ്റിയ മാസമാണ്, പവിത്രതകളുള്ള മാസം, അമ്പിയാക്കൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുള്ള മാസം, അള്ളാഹു ഭൂമി ലോകത്ത് നന്മയുടെ വിത്തുപാകിയ മാസം, അള്ളാഹു റഹ്മത്തിറക്കിയ മാസം. ആ സമയത്തെൻ്റെ പ്രിയപ്പെട്ടവരെ, മുഹറം 10 നമ്മളൊരു കർമ്മം ചെയ്താൽ അവൻ്റെ റിസ്ഖിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്നാണ്.
ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഒരാൾ ഭക്ഷണം കൊടുത്തു പോയാൽ അയാൾ ആ വർഷം മുഴുവൻ റിസ്ഖ് വിശാലമാകുമെന്ന് ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുക. പടച്ചോനെ, ഇനി മുതൽ ഞാനിതാ അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്, ഞാനൊരു തൗബ ചെയ്യുകയാണ്, പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഞാൻ ജീവിക്കുകയാണ് എന്ന് പറയാൻ നമ്മൾ തയ്യാറാവണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ മാസം അല്ലാഹുവിലേക്ക് തവക്കുലായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള നല്ല പുണ്യ ദിവസങ്ങൾ വരുമ്പോൾ പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിലുണ്ട്. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ അല്ലാഹുവർക്കൊക്കെ തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റിസ്ഖ് അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഈ ഗ്രൂപ്പിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാണുന്ന വാട്സപ്പിൽ ഒരുപാട് ആളുകൾ ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയണം, ഇങ്ങനെ പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞയക്കാറുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ സ്വർഗ്ഗത്തിൽ നമ്മളൊക്കെ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.